ശ്രീകൃഷ്ണൻ വെറും ഒരു രാജാവായിരുന്നില്ല. ആഴിപ്പരപ്പിന് നടുവിൽ അദ്ദേഹം ദ്വാരക എന്ന സ്വർണ്ണ നഗരം പടുത്തുയർത്തിയത് വെറുതെയല്ല. അതിനു പിന്നിലൊരു നിഗൂഢമായ രഹസ്യമുണ്ട്. ഭാരതീയ പുരാണങ്ങളിലെ ഏറ്റവും മനോഹരവും വിസ്മയകരവുമായ അധ്യായങ്ങളിൽ ഒന്നാണ് ദ്വാരകയുടെ നിർമ്മാണം. കേവലം ഒരു നഗരം എന്നതിലുപരി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ജനങ്ങളോട് കാണിച്ച കരുണയുടെയും കരുതലിന്റെയും അനശ്വരമായ അടയാളമാണ് ദ്വാരക. കംസവധത്തിന് ശേഷം മധുര നേരിട്ടത് സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ്. ജരാസന്ധൻ എന്ന ശക്തനായ രാജാവ് തന്റെ സൈന്യവുമായി 17 തവണ മധുരയെ ആക്രമിച്ചു. ഓരോ തവണയും ശ്രീകൃഷ്ണനും ബലരാമനും അദ്ദേഹത്തെ തോൽപ്പിച്ചെങ്കിലും മധുരയിലെ ജനങ്ങൾ നിരന്തരമായ യുദ്ധഭീതിയിലായിരുന്നു. സമാധാനപ്രേമിയായ ശ്രീകൃഷ്ണൻ ചിന്തിച്ചു, എന്റെ ജനങ്ങൾക്ക് വേണ്ടി എനിക്കു തന്നെ തോറ്റുകൊടുക്കേണ്ടി വന്നാലും വേണ്ടില്ല, അവർക്ക് സമാധാനം വേണം. ഈ ചിന്തയിൽ നിന്നാണ് രണചോട് അഥവാ യുദ്ധക്കളം വിട്ടവൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുര വിടാനും പുതിയൊരു നഗരം പണിയാനും തീരുമാനിച്ചത്. ശത്രുക്കൾക്ക് അപ്രാപ്യമായ ഒരിടം തേടി ഭഗവാൻ ശ്രീകൃഷ്ണൻ സൗരാഷ്ട്ര തീരത്തെത്തി. അവിടെ സമുദ്രദേവനോട് 12 യോജന ഭൂമി വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. കൃഷ്ണന്റെ അപേക്ഷ സ്വീകരിച്ച് സമുദ്രം പിൻവാങ്ങുകയും 96 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂമി തെളിയുകയും ചെയ്തു. ഇവിടെയാണ് ദേവശില്പിയായ വിശ്വകർമാവ് തന്റെ കരവിരുതുകൊണ്ട് സ്വർഗത്തെ വെല്ലുന്ന നഗരം പണിതത്. ദ്വാരകയുടെ ഓരോ സ്തംഭവും ഓരോ മതിലും അത്ഭുതങ്ങളായിരുന്നു. ദ്വാരകാ നഗരത്തിൽ ഏകദേശം 9 ലക്ഷം സ്വർണ്ണ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഇതിൽ പ്രധാനപ്പെട്ടവ ശ്രീകൃഷ്ണന്റെ പത്നിമാർക്കായി പണിത 16,108 കൊട്ടാരങ്ങളായിരുന്നു. സ്വർണം, വെള്ളി, സ്ഫടികം, മരതകം എന്നിവ കൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ പകൽ വെളിച്ചത്തിൽ സൂര്യനെ പോലെ തിളങ്ങിയിരുന്നു. നീല കല്ലുകൾ പതിപ്പിച്ച ചുമരുകളും പവിഴങ്ങൾ കോർത്ത തൂണുകളും മുത്തുകൾ തൂക്കിയ തോരണങ്ങളും ആ നഗരത്തിന് ഒരു സ്വപ്ന ലോകത്തിന്റെ പരിവേഷം നൽകി. ദ്വാരകാ നഗരത്തിന് ചുറ്റും 4 മൈൽ ഉയരമുള്ള വമ്പൻ മതിലുകൾ പണിതിരുന്നു. സമുദ്ര മധ്യത്തിലായതിനാൽ കപ്പലുകൾ വഴിയല്ലാതെ ശത്രുക്കൾക്ക് അങ്ങോട്ട് പ്രവേശനം സാധ്യമല്ലായിരുന്നു. കവാടങ്ങൾ അഥവാ ദ്വാരങ്ങളുള്ള നഗരമായതിനാലാണ് ഇതിന് ദ്വാരക എന്ന പേര് ലഭിച്ചത്. വീതിയേറിയ നിരത്തുകൾക്ക് ഇരുവശത്തും കായ്കനികൾ നിറഞ്ഞ വനങ്ങളും താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന തടാകങ്ങളും പക്ഷികൾ പാടുന്ന പൂന്തോട്ടങ്ങളും ദ്വാരകയെ സുന്ദരമാക്കി. ദ്വാരകയുടെ ഹൃദയഭാഗത്ത് സുധർമ്മ എന്ന പേരിൽ ഒരു രാജസഭ ഉണ്ടായിരുന്നു. സ്വർഗരാജാവായ ഇന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന ഈ സഭയുടെ പ്രത്യേകത അവിടെ ഇരിക്കുന്നവർക്ക് വിശപ്പോ ദാഹമോ വാർദ്ധക്യമോ അനുഭവപ്പെടില്ല എന്നതായിരുന്നു. പ്രകാശപൂരിതമായ ആ സഭയിലിരുന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ രാജ്യകാര്യങ്ങൾ ഭരിച്ചിരുന്നത്. വിശ്വകർമാവ് ദ്വാരകാ നഗരം പണി തീർത്തു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ യോഗശക്തി ഉപയോഗിച്ച് മധുരയിലെ ജനങ്ങളെ ഉറക്കത്തിൽ തന്നെ ദ്വാരകയിലേക്ക് മാറ്റി പാർപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഉണർന്ന ജനങ്ങൾ കണ്ടത് അവിശ്വസനീയമായ ആ സ്വർണ്ണ നഗരമായിരുന്നു. സ്വന്തം വിജയത്തെക്കാൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വില കൽപ്പിച്ച കരുണാനിധിയായ ഭരണാധികാരിയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. യുദ്ധമൊഴിവാക്കാൻ രണചോട് അഥവാ യുദ്ധക്കളം വിട്ടവൻ എന്ന പരിഹാസം പോലും ഏറ്റുവാങ്ങിയ അദ്ദേഹം തന്റെ ദീർഘവീക്ഷണത്തിലൂടെയും ഭരണ നൈപുണ്യത്തിലൂടെയും ജനങ്ങൾക്കായി അജയ്യമായ ദ്വാരകാ നഗരം നിർമ്മിച്ചു. ചുരുക്കത്തിൽ അധികാരത്തേക്കാൾ ഉപരിയായി ഉത്തരവാദിത്വവും സ്നേഹവുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഓരോ പ്രവൃത്തിക്കും പിന്നിലുണ്ടായിരുന്നത്. ദ്വാരകയെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.